ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മല്ലു ബിഗ് ബോസിന്റെ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സത്യത്തിൽ മലയാള സിനിമ ആരാധകരെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന ഒരു വർഷമാണ് 2025. മലയാള സിനിമയെ വേറൊരു ലെവലിലേക്ക്, അതായത് ഒരു പാൻ ഇന്ത്യക്കും അപ്പുറത്തേക്ക് ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്ന മാർക്കോ സിനിമയുടെ അപ്ഡേറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത്. 2025 സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാർക്കോ ഒരു ബെഞ്ച് മാർക്ക്, മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്നൊരു പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഹിന്ദിക്കാരുൾപ്പെടെ ബോളിവുഡ് ഉൾപ്പെടെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പിന്നാലെയാണ് ചിയാൻ വിക്രമിനെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സിനിമയായിരിക്കുമോ അല്ലെങ്കിൽ മാർക്കോ 2ന്റെ തന്നെ അപ്ഡേറ്റ് ആയിരിക്കുമോ എന്ന തരത്തിലുള്ള പ്രേക്ഷകരുടെ മറ്റൊരു ചോദ്യം വരുന്നത്. ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെയും ഹനീഫിന്റെയും ഉണ്ണി മുകുന്ദിന്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് അത്തരത്തിലൊരു കോംബോ ഒന്നിക്കുന്ന സിനിമകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദൻ താരതമ്യേന മറ്റ് കാലഘട്ടത്തെ അപേക്ഷിച്ച് വളരെയധികം തിരക്കിൽ നിൽക്കുന്ന, വളരെയധികം ഒരു സ്റ്റാർഡം, ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പ്രേക്ഷകർ നോക്കിക്കാണുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനിടയിലാണ് അമ്മ എന്ന താരസംഘടനയിൽ നിന്ന് ട്രഷറിന്റെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഒഫീഷ്യലായിട്ട് പുറത്തു വന്ന് ഒരു പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു തീരുമാനത്തിന് പിന്നാലെ സമൂഹത്തിൽ, അതായത് സിനിമ ആസ്വാദകർ അതുപോലെ തന്നെ മറ്റ് റിവ്യൂ പറയുന്ന ആൾക്കാരെല്ലാം രണ്ട് തരത്തിൽ ഉണ്ണിയെ നോക്കിക്കാണുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഈ ഒരു തിരക്ക് പിടിച്ച മുന്നോട്ടുള്ള സിനിമ ജീവിതത്തിന്, അഭിനയ ജീവിതത്തിന് വളരെയധികം മുതൽക്കൂട്ടായ ഒരു തീരുമാനം തന്നെയാണ്. ഇത്തരത്തിലൊരു സംഘടനയുടെ ഈ ഒരു പദവി വഹിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. വളരെ പ്രൊഫഷണലായിട്ട് ചിന്തിക്കുന്ന ഉണ്ണിയെ പോലൊരു വ്യക്തി എടുത്ത തീരുമാനം വളരെയധികം ശരിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൽ ചില രാഷ്ട്രീയം കലർത്തിക്കൊണ്ട്, മറ്റു ചില വർഗീയത കലർത്തിക്കൊണ്ട് ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ രാജിവെക്കുന്നത് മലയാളത്തിലെ തന്നെ പ്രമുഖ നടന്മാരോട് ഉള്ള ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഒരു ജാട കാണിക്കലാണ് എന്ന വിലയിരുത്തലും ഒരു സൈഡിലുണ്ട്. എന്തായാലും പേഴ്സണലായിട്ട് പറയുകയാണ് എങ്കിൽ ഉണ്ണി മുന്നോട്ടുള്ള സിനിമകളിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്റർവ്യൂകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെ മാർക്കോ എന്ന് പറയുന്നത് 3-4 വർഷത്തോളമുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന പ്രോജക്റ്റാണ്. കാരണം ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിന്ന് പിന്നീട് ഒരു തിരിച്ചു വരവ്, അതൊരു 1.5 കംബാക്ക് തന്നെയാണ്. അപ്പോൾ ഇനി മാർക്കോ 2ഉം 3ഉം 4ഉം ഒക്കെ വരുമെന്ന് ഉണ്ണി ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിലേക്കും കോൺസെൻട്രേഷൻ മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെയാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മടിക്കരുത്. ഈ ഒരു തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? തൽക്കാലം നിർത്തുന്നു. ടാറ്റ.